വിഘ്ന ആർട്ട്ലെസ്മെന്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കളർ തിയറിന്റെ കമ്പൈൻഡ് ഒരു വീഡിയോ ആണ്, കൺക്ലൂഷൻ പോലെ. ഞാൻ അതിൻ്റെ 4 ഭാഗം ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഓരോ കണ്ടന്റിനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞു ഇത്രയൊന്നും കാണാൻ ടൈം ഞങ്ങൾക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കാണാനുള്ള ടൈം ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു കുറേ പേര് അന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ ഫോമിലൊരു വീഡിയോ ഇറക്കുമെന്ന് വെച്ചിട്ട്. അപ്പം ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കൊച്ചു ഫാമിലിയിലേക്ക് ഇന്ന് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ബാക്കി കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബില്ലോ. പിന്നെ എനിക്ക് പറയാനുണ്ടോ? ഇല്ല, ഇന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. കളർ തിയറിയിൽ ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്താണ് പ്രൈമറി കളർ, അതായത് റെഡ്, യെല്ലോ, ബ്ലൂ. അതെന്ന് പറയുമ്പോൾ വേറെ ഒരു കളറിനും ഇവോൾവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ കളേഴ്സിനെ. ഇനി പിന്നെ സെക്കൻഡറി കളർ എന്ന് പറയുമ്പോൾ 2 പ്രൈമറി കളർ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ, അതായത് ഓറഞ്ച്, ഗ്രീൻ, പേർപ്പിൾ. മൂന്നാമത്തെ ഇനി ടെർഷ്യറി കളർ എന്ന് പറയുമ്പം ഒരു പ്രൈമറി കളറിൻ്റെ കൂടെ ഒരു സെക്കൻഡറി കളർ ആഡ് ചെയ്യുമ്പം കിട്ടുന്ന കളർ റേഞ്ചുകളാണ് നമ്മുടെ ടെർഷ്യറി കളർ. കളർ ബയസിങ് എന്താണെന്ന് നോക്കാം. കളർ ബയസിങ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഈ റെഡ് എടുത്തിരിക്കുന്ന കൂൾ റെഡാണ്, അതായത് ക്രിംസൺ റെഡ്. കൂൾ റെഡിൻ്റെ കൂടെ ഒരു വാം ബ്ലൂ, അതായത് കൊബാൾട്ട് ബ്ലൂ. അത് രണ്ടും ഒരേ ബയസിങ്, അതായത് അവർക്ക് രണ്ടുപേർക്കും ഒരേ ഇഷ്ടമാണ്, ഒരേ കളർ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്കല്ല ഒരേ കളറിലേക്കാണ് അവർ സഞ്ചരിക്കുന്നത്. അതാണ് പേർപ്പിൾ. അതുകൊണ്ടാണ് നമുക്കൊരു ബ്രൈറ്റ് പേർപ്പിൾ കിട്ടുന്നത്. ഇനി ഇൻസ്റ്റെഡ് നമ്മളൊരു വാം ബ്ലൂ റെഡ് എടുത്തുവെന്ന് വിചാരിക്കുക. അതായത് വാം റെഡും കൂൾ ബ്ലൂവും, അതായത് പ്രഷ്യൻ ബ്ലൂവും സ്കാർലറ്റ് ലേക്കും. അപ്പോൾ ഈ 2 കളർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കളർ കണ്ടൻറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേർക്കും 2 ഇഷ്ടങ്ങളല്ല, അവർക്ക് രണ്ടുപേർക്കും ഒരു ഇഷ്ടമല്ല, അവർക്ക് രണ്ടുപേർക്കും 2 ഇഷ്ടങ്ങളാണ്. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡാർക്ക് കളറാണ് കിട്ടുക. അപ്പം നമുക്ക് വേണ്ട കളറല്ല അതിനകത്ത് നിന്ന് വരുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡാർക്ക് ഷെയ്ഡ്സാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ, അതല്ല നമ്മൾ ബ്രൈറ്റർ കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല നമുക്ക് വേണ്ട റിസൾട്ട്. നമ്മളൊരു കൂൾ യെല്ലോൻ്റെ കൂടെ ഒരു കൂൾ ബ്ലൂ ആഡ് ചെയ്താലാണ് നമുക്കൊരു ബ്രൈറ്റർ ഷെയ്ഡ് ഓഫ് ഗ്രീൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് ഇതിൽ കണ്ടോ, റെഡിൻ്റെ കൂടെ സ്കാർലറ്റിലേക്ക് റെഡിൻ്റെ കൂടെ ബ്ലൂ ആണുള്ളത്. അതേപോലെ ഇപ്പോൾ കൊബാൾട്ട് ബ്ലൂവിനകത്ത് കുറച്ച് റെഡിൻ്റെ കണ്ടൻ്റാണുള്ളത്. അപ്പോൾ അതിനകത്ത് ആകെ 2 പ്രൈമറി കളേഴ്സേ വരുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിനകത്ത് 3 പ്രൈമറി കളേഴ്സും വരുന്നുണ്ട്. അതായത് റെഡിനകത്ത് ചെറിയൊരു യെല്ലോ ടിഞ്ച് ഉണ്ട്, ബ്ലൂവിനകത്തും ചെറിയൊരു യെല്ലോ ടിഞ്ച് ഉണ്ട്, അല്ല ഗ്രീൻ ഷെയ്ഡ് വരും. അപ്പം 3 പ്രൈമറി കളറും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഓൾമോസ്റ്റ് ബ്ലാക്ക് ആയിരിക്കും, അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന മിക്സുകൾ നമുക്ക് ഡാർക്കർ ഷെയ്ഡ്സും ലെഫ്റ്റ് സൈഡിൽ ചെയ്തിരിക്കുന്നത് ബ്രൈറ്റർ ഷെയ്ഡ്സും തരുന്നത്. ഇനി എന്താണ് കളർ വീൽ? അപ്പോൾ കളർ വീലിനകത്ത് എല്ലാം നമുക്ക് വേണ്ട എല്ലാം ക്യാപ്സ്യൂൾ ഫോമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കളർ വീലിൽ ആദ്യത്തേത് റെഡ് പ്രൈമറി കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത്. അതായത് റെഡ്, യെല്ലോ, ബ്ലൂ, അതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ്. അവർക്കും ബയസിങ് ഉണ്ട്. അവർ ഒരു കളറും അതിൻ്റെ പ്യുവർ ഫോമിലല്ല എക്സിസ്റ്റ് ചെയ്യുന്ന, എല്ലാ കളറിനും ബയസിങ് ഉണ്ട്. ഇനി സെക്കൻഡറി കളർ എന്ന് പറയുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ വരുന്ന കളർ, അല്ലാതെ റെഡിൻ്റെ തൊട്ടപ്പുറത്തോ അല്ലെങ്കിൽ യെല്ലോൻ്റെ തൊട്ടപ്പുറത്തോ നിൽക്കുന്ന കളറല്ല സെക്കൻഡറി കളർ. ഈ 2 പ്രൈമറി കളറിൻ്റെ നടുവിൽ വരുന്ന കളേഴ്സാണ് നമ്മുടെ സെക്കൻഡറി കളർ. ഇനി ടെർഷ്യറി കളർ എന്ന് പറയുമ്പം ഒരു പ്രൈമറി കളറിൻ്റെയും ഒരു സെക്കൻഡറി കളറിൻ്റെയും നടുവിൽ വരുന്ന കളറാണ് ടെർഷ്യറി കളർ. കണ്ടോ, ടെർഷ്യറി കളർ എന്ന് പറയുമ്പം ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും മിക്സ് ചെയ്യുമ്പം വരുന്ന കളറാണ് നമ്മളെ ടെർഷ്യറി കളർ. ഇനി എന്താണ് വാം കളേഴ്സും കൂൾ കളേഴ്സും? അപ്പോൾ നമ്മൾ ഈ കളർ വീലിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്തത് കണ്ടോ, കളർ വീലിനെ ഡിവൈഡ് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാം കളേഴ്സും റൈറ്റ് സൈഡിൽ കൂൾ കളേഴ്സ്. അപ്പോൾ വാം കളേഴ്സ് എന്ന് പറയുമ്പം റെഡ്, ഓറഞ്ച്, യെല്ലോ ആ കളർ റേഞ്ചുകൾ. കൂൾ കളേഴ്സ് എന്ന് പറയുമ്പം പേർപ്പിൾ, ബ്ലൂ, ഗ്രീൻ ഇതൊക്കെയാണ് കളർ ഡിവിഷൻ വരുന്നത്.
നമ്മൾ റെഡ് എടുത്തു. അപ്പോൾ ആ റെഡിന് വാം റെഡും ഉണ്ട്, കൂൾ റെഡും ഉണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കളറും അതിൻ്റെ പ്യുവർ ഫോമിലല്ല എക്സിസ്റ്റ് ചെയ്യുന്ന. എല്ലാ കളറിനും അതിൻ്റേതായ ബയസിങ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് റെഡിന് എക്സാമ്പിളാക്കി എടുത്തു എന്നേ ഉള്ളൂ. അതേപോലെ യെല്ലോനും ബ്ലൂവിനും അല്ലാണ്ട് ബാക്കി ഓറഞ്ചിനും ഒക്കത്തിനും അതേപോലെ ഉണ്ട്. ഇനി കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്താണെന്ന്. കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുമ്പോൾ നമ്മളെ കളർ വീലിൽ ഓപ്പോസിറ്റ് വരുന്ന 2 കളറുകൾ, അതായത് ഇപ്പോൾ ഇത് ഓറഞ്ചും ബ്ലൂവും അല്ലെങ്കിൽ യെല്ലോവും പേർപ്പിളും അല്ലെങ്കിൽ റെഡ് ഗ്രീൻ, അങ്ങനെ ഈ കളർ വീലിൽ ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഹാർമോണിയസ് കളേഴ്സ് എന്താണെന്ന്. കളർ വീൽ അടുപ്പിച്ച് വരുന്ന 3 കളറുകൾ, അതായത് ഇപ്പോൾ റെഡ് ഓറഞ്ച്, ഈ 3 കളറുകൾ ഒരു നമ്മളൊരു ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ബ്രൈറ്റ് ആയിരിക്കും, വൈബ്രൻ്റ് ആയിരിക്കും, നല്ല പ്ലസൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ കളർ വീൽ ഇത് നോക്കിയിട്ട് പെയിൻറ്റിങ് ചെയ്യുമ്പം അതിൻ്റേതായ ഭംഗി ഉണ്ടാവും പെയിൻറ്റിങ്ങിന്. നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് മഡി കളേഴ്സ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ കോംപ്ലിമെൻ്ററി കളേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ, ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ്. അപ്പോൾ നമ്മൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് സെപ്പറേറ്റ് വരികയാണെങ്കിൽ പെയിൻറ്റിങ്ങിൽ ബ്രൈറ്റായി വരുള്ളൂ. ഇൻസ്റ്റെഡ് അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 കളറും വരും. അതിൽ 3 പ്രൈമറി കളേഴ്സും വരുന്നതിനെ കൊണ്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ, ആ ഒരു ഷെയ്ഡിലെ കളേഴ്സാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി കളേഴ്സിനെ മിക്സ് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇൻസ്റ്റെഡ് അവർ രണ്ടുപേരും അടുത്ത് വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിങ് നല്ല വൈബ്രൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.